റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയാണോ? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. 2 ദിവസമായി ട്വിറ്ററിൽ മുഴുവൻ ബഹളം ഈ ഫോട്ടോ ആയിരുന്നു. സംഘികൾ മുഴുവൻ ഈ ഫോട്ടോ ട്വീറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്ത് ഈ സ്ത്രീയും കുഞ്ഞും ആരാണെന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞു മലയാളം സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. ശുക്രിയ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ, അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്, അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. സ്വാഭാവികം. ഇവൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. പിന്നെ എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടണമെന്നാണ് മലയാളക്കരയിലെ 99% മനുഷ്യരും ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുമ്പ് എന്തോ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി എല്ലാവരുടെയും ഫോൺ നമ്പറൊക്കെ വാങ്ങി ബന്ധം സ്ഥാപിച്ചിരുന്നല്ലോ ഇവൻ. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യമൃഗം അവരെ വിളിക്കും. വ്യക്തിബന്ധം എന്ന് സ്ഥാപിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തിയെടുക്കും. എന്നിട്ട് ഒരു ഒളുപ്പമില്ലാതെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റായി വിളമ്പും. വീരപ്പനാളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഈ മനുഷ്യമൃഗത്തിന്റെ സംഘടനയിൽ മല്ലു ട്രാവലർ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ധം വെച്ച് അന്ന് മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാതിരിക്കുന്ന കാര്യമാണ്. ഞാനെല്ലാം തുറന്നു പറയാം, പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി എന്ന് മാത്രമല്ല ആ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളിപ്പറഞ്ഞു. അത് പോരാ, ഞാൻ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കിയെന്ന് നോട്ടീസ് ഇറക്കി. മല്ലു തെറ്റോ ശരിയോ ആ വിഷയം എന്താ എന്നല്ല, ഈ രക്തരക്ഷസ് എങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു 3ാം കട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കെട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളിപ്പറയും. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച്
എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയെന്നോ? നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നു വീഡിയോ ചെയ്യൽ എന്റെ ജോലിയാണ്, എന്ത് വിവരം അറിഞ്ഞാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുമെന്ന്. ഇവനൊന്നും നന്നാവത്തില്ല സാർ, എത്ര ഉപദേശിച്ചാലും നന്നാവത്തില്ല. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി അധികമായിട്ട് എടുത്താൽ അത് വെച്ച് ഇവൻ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യും. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. ഇവനെയൊക്കെ സുഹൃത്താക്കുന്നവർ സൂക്ഷിക്കുക. അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. നാളെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ഇവൻ തെരുവിൽ വിൽക്കും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവന്റെ ഫോൺ കോൾ വരികയാണെങ്കിൽ സൂക്ഷിക്കുക. ഇവൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നത്, വിവരം ചോർത്താൻ വേണ്ടിയാണ്. മാക്സിമം എരിവും പുളിയുമുള്ള കഥ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിളിയാണത്. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സല്യൂട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. അപ്പൊ പിശാചേ, നിന്നോട് എനിക്ക് പറയാനുള്ള എന്തറിയോ, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച തോന്നിയാസമാണ്. പക്ഷെ അതിന് റിയാക്ഷൻ വീഡിയോ, കണ്ടന്റ് ക്രിയേഷൻ, ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നും ഇട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കരുത്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. നാറി.